ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ, ഒന്നാമത്തെ എപ്പിസോഡിൽ ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. അതിൽ ആദ്യത്തെ 7 എണ്ണമാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ ഈ അടിസ്ഥാന തത്വങ്ങളുടെ തുടർച്ച നമ്മൾ നടത്തുകയാണ്. 8ാമത്തെ പോയിന്റ് മുതൽ വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. 8ാമത്തെ പോയിന്റ്, ലിറ്റർജി ഈസ് ദ സ്റ്റിയറിംഗ് വീൽ ഇൻ എവരി വൺ സ്പിരിച്വൽ ലൈഫ്. ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. നമ്മൾ വാഹനം, നമ്മുടെ ആ സ്റ്റിയറിംഗ് വീലിൻ്റെ ചലനമനുസരിച്ചാണ് സുരക്ഷിതമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. എന്നതുപോലെ തന്നെയാണ് ആരാധന ഓരോ വ്യക്തിയുടെയും ആത്മീയ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സ്റ്റിയറിംഗ് വീലാണ്. ആരാധന എന്ന് പറയുന്നത് ഒരു സ്പെയർ വീലല്ല. അത് വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കാനോ വേണ്ടെന്ന് വയ്ക്കാനോ ഒഴിവാക്കാനോ ഉള്ള കാര്യമല്ല. ഇത് സ്റ്റിയറിംഗ് വീലാണ്. ആത്മീയ രൂപീകരണത്തിനും അനുദിന ജീവിതത്തിനും നമ്മെ സഹായിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ. അതുകൊണ്ട് ഈ സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ആത്മീയ രൂപീകരണത്തിൽ, വിശ്വാസ പരിശീലനത്തിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കും. 9ാമത്തെ പോയിന്റ്, ലിറ്റർജി ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ട്രിനിറ്റേറിയൻ ലൈഫ്. ആരാധന ത്രിത്വൈക ദൈവത്തിലുള്ള, ത്രിത്വൈക കൂട്ടായ്മയിലുള്ള പങ്കുചേരലാണ്. നമുക്കറിയാം, നമ്മുടെ ആരാധന ത്രിത്വൈക മാനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനയിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിലുള്ള പങ്കാളിത്തം കൂടിയാണ്. ദൈവം ഒരാൾ മാത്രമാണെന്നും ആ ദൈവം ത്രിത്വൈക ദൈവമാണെന്നും ആരാധന വെളിപ്പെടുത്തുന്നു. ആരാധന നമ്മെ ത്രിത്വവുമായുള്ള ബന്ധത്തിലേക്കും ത്രിത്വത്തിലെ 3 ആളുകളുമായുള്ള ബന്ധത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ആരംഭിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്, ഒരു ട്രിനിറ്റേറിയൻ ഫോർമുലയിലാണ്. പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഒക്കെ ത്രിത്വൈക നാമത്തിലാണ്. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുള്ള പങ്കുചേരലാണ്. 10ാമത്തെ ആശയം, ലിറ്റർജി ഈസ് എ ഹെവൻലി എക്സ്പീരിയൻസ് ഓൺ എർത്ത്. ആരാധന എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗീയ അനുഭവമാണ്. ഭൂമിയിലാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ഒരു സ്വർഗീയ അനുഭവം പോലെയാണ്. ആ ഒരു സ്വർഗീയ അനുഭവത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ ആരാധിക്കേണ്ടവരാണ്. സഭയിലെ ആരാധന എന്ന് പറയുന്നത് സ്വർഗത്തിലെ ആരാധനയുടെ മുന്നാസ്വാദനമാണ്. അത്തരത്തിലുള്ള ഒരു സ്വർഗീയ അനുഭവം നമുക്കുണ്ടാകുവാൻ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുണ്ട്. 1, ആരാധനയുടെ ഭാഷ. അവരവർക്കറിയാവുന്ന ഭാഷയിൽ, അവരുടേതായ സ്വന്തം ഭാഷയിൽ ആരാധിക്കുമ്പോൾ അതൊരു വലിയ അനുഭവമായിട്ട്, ഒരു സ്വർഗീയ അനുഭവമായിട്ട് അവർക്ക് ലഭ്യമാകും. 2ാമത്, ആരാധനയെക്കുറിച്ചുള്ള അറിവ്. നമ്മൾ പങ്കുചേരുന്ന ആരാധനയെക്കുറിച്ചുള്ള ഒരു അറിവ്, ന്യായമായ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ അതൊരു അനുഭവമായി മാറുകയുള്ളൂ. 3ാമത്, ആരാധനയുടെ അനുഷ്ഠാനങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ അനുഷ്ഠാനം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥങ്ങൾ, അതൊക്കെ മനസ്സിലാകുമ്പോൾ അതും ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. 4ാമത്, ആരാധനയുടെ ഇടം. നമുക്ക് ആരാധിക്കാനായിട്ട് നല്ല ഭംഗിയായ ഒരു ദൈവിക സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു ഇടം നമുക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ അത് നല്ല ഒരു കളമൊരുക്കും. അത് നമുക്ക് ഒരു സ്വർഗീയമായ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യും. 5ാമത്, ആരാധനക്രമ സംഗീതം. ഇവിടെ ആരാധനയെ ഏറ്റവും വൈശിഷ്ട്യമാക്കുന്നതും ആസ്വാദ്യകരമാക്കുന്നതും അനുഭവവേദ്യമാക്കുന്നതും ആരാധനക്രമ സംഗീതമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും സുറിയാനി പാരമ്പര്യത്തിൽ നമ്മുടെ സുറിയാനി സംഗീതം നമ്മുടെ ആരാധനക്രമത്തിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സ്വർഗീയമായ അനുഭവം നമുക്ക് ഉണ്ടാകുവാനായിട്ട് നല്ല ഒരുക്കം ആവശ്യമുണ്ട്. അടുത്തും അകലെയുമുള്ള ഒരുക്കം. അകന്ന ഒരുക്കം എന്ന് പറയുന്ന ആരാധനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ശാരീരികവും മാനസികവുമായ ഒരുക്കത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആരാധനയിൽ പങ്കുചേരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ഒരു മുന്നൊരുക്കം, അത് ശാരീരികവും മാനസികമായ ഒരുക്കം. ആരാധിക്കാൻ പോകുന്നവന് അപ്രകാരമുള്ള ഒരു അകന്ന ഒരുക്കം ആവശ്യമുണ്ട്. ഏറ്റവും അടുത്ത ഒരുക്കം എന്ന് പറയുന്ന ആരാധനയിലുള്ള നമ്മുടെ പൂർണ്ണവും സജീവവും ബോധപൂർവമായ പങ്കുചേരലാണ്. 1, നമ്മൾ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പുള്ള ഒരുക്കം. അതിനുവേണ്ടി തന്നെ നമ്മൾ നന്നായി ഒരുങ്ങി വരിക. ശാരീരികവും മാനസികമായി തന്നെ ഈ ആരാധനയിലൂടെ എനിക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സന്തോഷവും ആനന്ദവും ഒക്കെ എനിക്ക് ലഭിക്കുവാനായിട്ടുള്ള ഒരു മുന്നൊരുക്കം നമുക്ക് വളരെ ആവശ്യമാണ്. ആരാധന നമുക്ക് ദൈവം നൽകുന്ന ഒരു വലിയ വിരുന്നാണ്. ആ വിരുന്ന്
ആസ്വാദ്യകരമായി നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരുക്കം ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ വിരുന്നിനൊക്കെ പോകുമ്പോൾ ആ വിരുന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള ഒത്തിരിയേറെ ഒരുക്കങ്ങളുണ്ട്. ഒരു വിരുന്ന് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തുമാത്രം മുന്നൊരുക്കം നടത്തിയിട്ടാണ് അവർ ആ വിരുന്ന് കൊടുക്കുക. ആരാധനയും ദൈവം നമുക്ക് ഒരുക്കുന്ന ഒരു വിരുന്ന് എന്നുള്ള നിലയിൽ അത് അനുഭവിക്കുവാൻ, അത് യോഗ്യമായി, അത് ആസ്വാദ്യകരമായി നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. പലർക്കും ഈ ഒരുക്കമില്ലാതെ വരുമ്പോഴാണ് ആരാധനയിൽ നിന്ന് ശക്തിയോ ആനന്ദമോ ഒരു സന്തോഷമോ ലഭിക്കാതെ പോവുക. യാന്ത്രികമായി വന്ന് നിന്ന് ഇറങ്ങിപ്പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഈ ഒരുക്കം നടത്തി, ഈ അകന്ന ഒരുക്കവും നടത്തി, അടുത്ത ഒരുക്കമെന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ വന്നതിന് ശേഷമുള്ള, അതിൽ പൂർണ്ണമായി സംബന്ധിക്കുന്നത്, സജീവമായി സംബന്ധിക്കുന്നത്, ബോധപൂർവ്വം സംബന്ധിക്കുന്നത്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഭവം. ഈ രണ്ട് ഒരുക്കങ്ങളും ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഇത് ഒരു അനുഭവമായി നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുക. പലർക്കും സാധിക്കാതിരിക്കുന്നത് ഈ ഒരുക്കത്തിൻ്റെ അഭാവമാണ്. പലരോടും നമ്മൾ ചോദിച്ചാൽ എപ്പോഴാണ് പള്ളി കുർബാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുർബാന 8 മണി, അത് പ്രഭാത പ്രാർത്ഥനയുടെ കാര്യമേ സൂചിപ്പിക്കാറില്ല. 7:30 പ്രഭാത നമസ്കാരം, 8 മണിക്ക് കുർബാന 8 മണി എന്ന് സാറിന് പറയും. എന്നാൽ കുർബാന എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കുർബാന ആരംഭിക്കുന്നത് പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാണ്. അതതിൻ്റെ ഒരു ഒരുക്കമാണ്. ഈ ഒരുക്കമില്ലാതെ നേരെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒന്നുമല്ലാതെ അത് മാറും. കാരണം ഈ ആത്മീയമായ ഒരുക്കത്തിലൂടെയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെയും ആരാധനയിലൂടെയും നമുക്ക് ലഭിക്കേണ്ടുന്ന കൃപ നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരുക്കത്തോടുകൂടി അതിൽ പങ്കുചേരുമ്പോഴാണ് ഈ ഭൂമിയിലെ ആരാധന ഒരു സ്വർഗീയ അനുഭവമായി നമുക്ക് ലഭ്യമാകുക. 11ാമത്തെ പോയിൻ്റ്, ലിറ്റർജി ഈസ് ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് എൻകൗണ്ടർ വിത്ത് ഗോഡ്. ആരാധന എന്ന് പറയുന്നത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും കണ്ടുമുട്ടലുമാണ്. വ്യക്തിപരമായൊരു കണ്ടുമുട്ടൽ, അത് വളരെ മനോഹരമായി അംബ്രോസിയസ് ഫർഹ്യൂൾ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ലിറ്റർജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ ലിറ്റർജിയിൽ ഇപ്രകാരമാണ് പറയുക. മലയാളത്തിൽ ആണ് അത് ഞാൻ ഇവിടെ പറയുക. ആരാധന പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ക്രിസ്തുവിലൂടെ സഭയും സഭാംഗങ്ങളും വിശുദ്ധ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ ആവശ്യമുള്ളതെന്നുള്ളതാണ് ആദ്യം പറയുക. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ക്രിസ്തുവിലൂടെ സഭയും സഭാംഗങ്ങളും വിശുദ്ധ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ നിർവചനത്തിൽ നമുക്ക് 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. 1, ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടലാണ്. 2, ഈ കണ്ടുമുട്ടൽ യേശുക്രിസ്തുവിലൂടെയാണ്. 3, ഈ കണ്ടുമുട്ടൽ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലൂടെയാണ്. 4, ഈ കണ്ടുമുട്ടൽ സംഭവിക്കുന്നത് സഭയിലാണ്. 5, ദൈവവുമായിട്ടുള്ള ഈ കണ്ടുമുട്ടൽ വ്യക്തിപരമായി നടക്കേണ്ടതാണ്. 6, ഈ കണ്ടുമുട്ടൽ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ്. അപ്പോൾ എന്താണ് ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ഈ മനോഹരമായ നിർവചനത്തിലുണ്ട്. 6 മാനങ്ങൾ അവിടെ പറയുകയാണ്. തെയോസെൻട്രിക്, ക്രിസ്റ്റോസെൻട്രിക്, ന്യൂമറ്റോസെൻട്രിക്, എക്ലേസിയൽ സെൻട്രിക്, അതുപോലെ തന്നെ സിംബോളിക് സെൻട്രിക്, അതുപോലെ തന്നെ പേഴ്സണൽ സെൻട്രിക്. ഈ 6 ഡയമെൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കൂടെ ചേരുന്നത് അടിസ്ഥാനപരമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ, ആ ദൈവവുമായിട്ടുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ആരാധന. അപ്പോൾ ഇത് സംഭവിക്കേണ്ടത് നമുക്കറിയാം. വിശ്വാസം അനുഭവവേദ്യമാകുവാൻ, അല്ലെങ്കിൽ ആരാധന അനുഭവവേദ്യമാകുവാൻ നാം നമ്മുടെ കണ്ണുകളും കാതുകളും തുറക്കണം. ആരാധനയെ സംബന്ധിക്കുന്നവൻ കണ്ണുകളും കാതുകളും അധരങ്ങളും അടച്ചുപൂട്ടി വയ്ക്കാൻ പാടില്ല. അത് തുറക്കണം. എവിടേക്ക് തുറക്കണം? നമ്മുടെ ഹൃദയവും മനസ്സും ഒരേ ബിന്ദുവിലേക്ക് തുറക്കണം. ഏതാണ് ആ ബിന്ദു? ക്രിസ്തുവാകുന്ന ആ വ്യക്തിയിലേക്ക്. അപ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളും വിചാരങ്ങളും ഒക്കെ നമ്മൾ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കണം. അപ്പോഴാണ് നമുക്കിതൊരു അനുഭവമായി മാറുവാനായിട്ടിടയുക. അപ്പോഴാണ് ഈ കണ്ടുമുട്ടലിൻ്റെ തീവ്രത നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. കർദിനാൾ ലൂയി അന്തോണിയോ ടാഗ്ലെ അദ്ദേഹം ഇങ്ങനെയാണ് പറയുക: പ്രാർത്ഥന എന്നത് വാക്കുകൾ മാത്രമല്ല, മറിച്ച് ദൈവവുമായുള്ള ബന്ധമാണ്.
വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല പ്രധാനപ്പെട്ടത്, ദൈവമായിട്ടുള്ള ബന്ധമാണ്. പ്രാർത്ഥനയെ സംഭവിക്കേണ്ടത് നമ്മൾ ചൊല്ലി തീർക്കുന്ന വാക്കുകളിലല്ല, അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് ദൈവമായുള്ളൊരു ബന്ധം സൃഷ്ടിക്കുന്നതാകണം ആരാധന. ദൈവവുമായുള്ള ബന്ധം കൂടാതെയുള്ള പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയല്ല. അദ്ദേഹം പറയാണ്, കർദിനാൾ ലൂയി അന്തോണിയോ ടാഗ്ലെ പറയാണ്, ദൈവവുമായുള്ള ബന്ധം കൂടാതെയുള്ള പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയല്ല. കർദിനാൾ റോബർട്ട് സാറ അദ്ദേഹം ഇങ്ങനെയാണ് പറയുക, മനുഷ്യ കേന്ദ്രീകൃതമായ സംഭവമല്ല ആരാധന. ആദരവോടും ശാന്തതയോടും ഭംഗിയോടും ഭക്തിയോടെയും നിർവഹിക്കേണ്ട ദൈവ മനുഷ്യ ബന്ധമാണ് ആരാധന. എത്ര മനോഹരമായ നിർവചനമാണ് അവർ അതേപ്പറ്റി പറയുക. ആരാധനയെപ്പറ്റി നമുക്കുള്ള വികലമായ കാഴ്ചപ്പാട് മാറി ഇതൊരു ദൈവ മനുഷ്യ ബന്ധത്തിലേക്ക്, ആ ഒരു വലിയ കണ്ടുമുട്ടലിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. പ്രാർത്ഥനകളിൽ വാക്കുകൾക്ക് വലിയ സ്ഥാനമുണ്ട്, എന്നാൽ വാക്കുകൾക്കപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധം, നമ്മിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണം, വിശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. 12ാമത്തെ പോയിൻ്റ്, ലിറ്റർജി ഈസ് എ സെലിബ്രേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. ആരാധന എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ആഘോഷവും വെളിപ്പെടുത്തലുമാണ്. വിശ്വാസത്തിൻ്റെ 3 തലങ്ങളെപ്പറ്റിയൊക്കെ നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. വിശ്വാസം അറിയുക അല്ലെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ തലം, ട്രാൻസ്മിറ്റിംഗ് ദ ഫെയ്ത്ത്. അത് ശരിക്കും കാറ്റക്കിസം ക്ലാസ്സിൽ, വിശ്വാസ പരിശീലന ക്ലാസ്സിൽ നടക്കുന്നത് അതാണ്. വിശ്വാസം അറിയാവുന്നൊരു വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നു, അത് കൈമാറ്റം ചെയ്യുന്നു, അത് പങ്കുവയ്ക്കുന്നു. വേദപാഠ ക്ലാസ്സുകളിലൂടെ വിശ്വാസം പഠിക്കുകയും പരിശീലിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ തലം, അതാണ് പ്രഥമ തലം. രണ്ടാമത്തെ എന്താണ്? വിശ്വാസം ആഘോഷിക്കുക. വേദപാഠ ക്ലാസ്സുകളിലൂടെ വിശ്വാസ പരിശീലനത്തിലൂടെ ഒരു വ്യക്തി മനസ്സിലാക്കി അറിഞ്ഞ പങ്കുവയ്ക്കപ്പെട്ട ആ വിശ്വാസം ആഘോഷിക്കുന്നതാണ് ലിറ്റർജി എന്ന് പറയുക, ആരാധന എന്ന് പറയുക. അപ്പം വിശ്വാസം ആഘോഷിക്കുന്നതാണ് ആരാധന. വേദപാഠ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചതും പരിശീലനം നേടിയതുമായ വിശ്വാസം ആഘോഷിക്കുന്നത് ആരാധനയിലൂടെയാണ്. മൂന്നാമത്തെ തലം വിശ്വാസം ജീവിക്കുക, അതിന് സ്പിരിച്വാലിറ്റി എന്ന് പറയും, ലിവിങ് ദ ഫെയ്ത്ത്. ഒന്നാമത്തെ തലത്തിൽ നമ്മൾ വിശ്വാസം അറിഞ്ഞു, പഠിച്ചു, അത് കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് കിട്ടി. രണ്ടാമത്തെ തലത്തിൽ ആ കിട്ടിയ വിശ്വാസം, പഠിച്ച വിശ്വാസം നമ്മൾ ആഘോഷിക്കുകയാണ്. അത് ആരാധനയിലൂടെ, കുദാശകളിലൂടെ, തിരുനാളുകളിലൂടെയൊക്കെ നമ്മൾ ആഘോഷിക്കുകയാണ്. സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത് ആണ് ലിറ്റർജി. മൂന്നാമത്, ഒന്നാമത്തെ തലത്തിൽ നമ്മൾ പഠിച്ച് അറിഞ്ഞ ആ വിശ്വാസവും, രണ്ടാമത്തെ തലത്തിൽ നമ്മൾ ആഘോഷിച്ച വിശ്വാസവും, മൂന്നാമത്തെ തലത്തിൽ നമ്മൾ അത് ജീവിക്കുകയാണ്, ലിവിങ് ദ ഫെയ്ത്ത്. അതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുക. ഒന്നാമത്തെ കാറ്റക്കിസം ആണെങ്കിൽ രണ്ടാമത്തെ ലിറ്റർജിയാണ്, മൂന്നാമത്തെ സ്പിരിച്വാലിറ്റിയാണ്. അപ്പം വേദപാഠ ക്ലാസ്സുകളിലൂടെ പഠിച്ചതും പരിശീലിച്ചതും ആരാധനയിലൂടെ ആഘോഷിച്ചതുമായ വിശ്വാസം ജീവിക്കുന്നതാണ് ആധ്യാത്മികത. വിശ്വാസം ജീവിക്കണം. നമ്മൾ ഈ ആരാധനയിലൂടെ നേടിയെടുക്കുന്ന ആ ഒരു വലിയ ആനന്ദവും ശക്തിയും ദൈവാനുഭവവും ഒക്കെ നമുക്ക് ജീവിക്കാനുള്ള ഒരു വലിയ പ്രേരണയാണ്, അപ്പം ജീവിക്കാനുള്ള ഒരു വലിയ ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ ആരാധനയും ജീവിതവുമായി ബന്ധമുണ്ട്. പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നിടത്ത് അവസാനിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. പള്ളിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത് പള്ളിക്ക് പുറത്തും കുടുംബത്തിന് പുറത്തും ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പോൾ യുഡോമിക്കോ അതാണ് പറയുക, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു റിസൈറ്റ് ഓൾ ദ സെറ്റ് ഫോർമുലാസ് ഓഫ് പ്രേയേഴ്സ്, ബട്ട് യു ഹാവ് ടു ബിക്കം ദ പ്രേയർ ദാറ്റ് യു ഓൾറെഡി റിസൈറ്റഡ്. നീ പള്ളിയിൽ എന്താണോ പ്രാർത്ഥിച്ചത്, കുടുംബത്തിൽ എന്താണോ പ്രാർത്ഥിച്ചത്, അതായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആരാധനയും ജീവിതവുമായി ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. ഈ പോൾ യുഡോമിക്കോ പറയുന്ന മനോഹരമായ മറ്റൊരു ധ്യാനചിന്ത ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു റിസൈറ്റ് ഓൾ ദ പ്രേയേഴ്സ്, ഓൾ സെറ്റ് ഫോർമുലാസ് ഓഫ് പ്രേയേഴ്സ്. നമുക്ക് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ഉള്ളത്, അത് ചൊല്ലി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ബട്ട് ഓൾ യുവർ ആക്ടിവിറ്റീസ്, യുവർ ബിഹേവിയർ, യുവർ ലൈഫ് ആൻഡ് ഈവൻ ദ സ്മൈൽ ഓൺ യുവർ ഫേസ് ഈസ് എ പ്രൂഫ് ദാറ്റ് യു ആർ എ പേഴ്സൺ ഹു റിയലി പ്രേ. എത്ര മനോഹരമായ ചിന്തയാണ്. അതായത് നമുക്കറിയാവുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ പുസ്തകങ്ങളിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവസാനിപ്പിച്ച് തൃപ്തിപ്പെടുന്നവരാകാൻ പാടില്ല. അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് നീ അതായി മാറണം. നിൻ്റെ ജീവിതം, നിൻ്റെ ഇടപെടലുകൾ, നിൻ്റെ പെരുമാറ്റം,
എന്നിട്ട് അദ്ദേഹം കുറേ കൂടി മുമ്പോട്ട് പോവുകയാണ്. നിൻ്റെ മുഖത്ത് മറ്റുള്ളവനെ കാണുമ്പോൾ വിരിയുന്ന പുഞ്ചിരി പോലും എന്തിൻ്റെ സൂചനയാണ്? നീ പ്രാർത്ഥിക്കുന്നവനാണ് എന്നതിൻ്റെ സൂചനയാണ്, അല്ലെ നീ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്നവനാണ് എന്നതിൻ്റെ അടയാളമാണ്. വളരെ മനോഹരമാണ്. കാരണം ഈ പ്രാർത്ഥനയും ജീവിതവും ആരാധനയും ജീവിതവും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണമെന്നുള്ളതാണ്. 2, 2.5, 3 മണിക്കൂർ നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആരാധനയിൽ പങ്കെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്തു നിൽക്കുന്ന നമ്മുടെ സാധാരണപ്പെട്ട മനുഷ്യനോട് നമുക്ക് അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചത്? ഇനിയും ഈ പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്നവന് മറ്റുള്ളവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചെങ്കിൽ അതെന്തിൻ്റെ സൂചനയാണ്, അടയാളമാണെന്നാണ് അദ്ദേഹം പറയുക? നീ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്നവനാണ്. നമുക്കറിയാം, നമ്മുടെ ധാരാളം ആളുകൾ ഈ രീതിയിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതം, ആരാധനാ ജീവിതം അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നടത്തുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണല്ലോ, കോട്ടയം അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരമ്മ, അവർ അന്ധയായ ഒരമ്മയാണ്. അവർ ലോട്ടറി വിൽക്കുന്ന സ്ത്രീയാണ്. ലോട്ടറി വിറ്റ് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി അവരുടെ ഉപജീവന മാർഗമായി അത് അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പല ദിവസങ്ങളിലും ഓരോരുത്തർ വന്ന് അവരുടെ കുറച്ച് പൈസയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ആരോ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മ ഒരു പെൻ ക്യാമറ അത് വസ്ത്രത്തിൽ ധരിച്ചാൽ ഇനി വരുന്ന ആരാണ് മോഷ്ടിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് ഒരിക്കൽ ഒരു മോഷ്ടാവ് അത് മനസ്സിലാക്കാതെ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ പെൻ ക്യാമറയുടെ പശ്ചാത്തലത്തിൽ അവനെ പിടികൂടിയപ്പോൾ അവനെ കൊണ്ടുവന്ന് ഈ അമ്മയുടെ മുമ്പിൽ നിർത്തി അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവനെ ഒന്നും ചെയ്യണ്ട, അവനെ വെറുതെ വിട്ടേക്ക്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത്ര മനോഹരമാണ്. അപ്പം പ്രാർത്ഥനയും ആരാധനയും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് അത് സൂചിപ്പിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവന് തെറ്റ് ചെയ്തവനാണെങ്കിൽ അവനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അതാണ്. അപ്പോൾ ഈ ആരാധനാ ജീവിതവും നമ്മുടെ പ്രായോഗിക ജീവിതവും തമ്മിൽ ബന്ധം ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ ലിവിങ് ദ ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാധന ഈ വിശ്വാസത്തിൻ്റെ ജീവിതം പ്രതീകാത്മകമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജിയിൽ ഇങ്ങനെയാണ് പറയുക, സഭയുടെ വിശ്വാസം ആരാധനയിലും ദൈവശാസ്ത്രത്തിലുമാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പോർത്ത ഫീദെ എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസം ഒരു സ്വകാര്യ വിഷയമല്ല, വിശ്വാസത്തിനൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയുണ്ട്. പോർത്ത ഫീദെ നമ്പർ 2. അതൊരു വിശ്വാസം ഒരു സ്വകാര്യ വിഷയം മാത്രമായിട്ട് നമ്മൾ കാണേണ്ട, അല്ല, അതിന് സാമൂഹിക ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. നിനക്ക് സമൂഹത്തെ കാണാതെ, സമൂഹത്തിൻ്റെ ആവശ്യത്തെ കാണാതെ നീ പ്രാർത്ഥിക്കുന്നവനാണെന്നും ആരാധിക്കുന്നവനാണെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ആരാധിക്കുന്നവനാണെങ്കിൽ യു ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിൻ്റെ കൂടെയുള്ളവനെ കാണാൻ, അവൻ്റെ വേദനകൾ കാണാൻ, അവനെ ആശ്വസിപ്പിക്കാൻ, അവനെ ധൈര്യപ്പെടുത്താൻ ഒക്കെ നിനക്ക് സാധിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തത്തെ കൂടിയാണ് ഈ പോർത്ത ഫീദയിൽ പറയുക. അതുകൊണ്ട് വിശ്വാസം എന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അവനോടൊത്ത് ജീവിക്കുവാനുമുള്ള തീരുമാനമാണ്. വിശ്വാസം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഏതൊരു സാഹചര്യത്തിലും അവനോടൊപ്പം ജീവിക്കുവാനുള്ള തീരുമാനമാണ്. അവനോടൊത്ത് ജീവിക്കുവാനുള്ള തീരുമാനം അവനിൽ വിശ്വസിക്കുന്നതിനുള്ള കാരണങ്ങളെ വെളിപ്പെടുത്തുന്നത് കൂടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രമാണത്തിലെ പ്രഖ്യാപനം മാമോദീസായിലൂടെ ഓരോ വിശ്വാസിയും സഭയിൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ തുടർച്ചയും വളർച്ചയുമാണ്. അപ്പം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങളുമൊക്കെ അത് നമ്മുടെ ആന്തരികമായ ഒരു ജീവിതത്തിൻ്റെ അടയാളം കൂടിയാണ്. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുക? എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുമ്പോൾ, ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് സംലഭ്യമാകുമ്പോൾ സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, വേദന വരുമ്പോൾ, ഒരു അസ്വസ്ഥത നേരിടുമ്പോൾ, അപ്പോൾ നമുക്ക് അനുകൂലങ്ങളിൽ സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രതികൂലങ്ങളിൽ പറയാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പോർത്ത ഫീദെ പറയുക, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഏത് സാഹചര്യത്തിലും അവനോടൊത്ത് ജീവിക്കുവാനുള്ള തീരുമാനമാണ്. അപ്പോൾ മാമോദീസായിൽ നമ്മൾ ആരംഭിച്ചതാണ് ഈ വിശ്വാസ പ്രഖ്യാപനം. വിശ്വാസ പ്രഖ്യാപനം നടത്തി വിശ്വാസ പ്രമാണം ചൊല്ലി മാമോദീസായിലൂടെ ആരംഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ജീവിതം, അത് ഈ പ്രഖ്യാപനത്തിൻ്റെ ജീവിതമാണ്. ആരാധനയും നമ്മൾ നടത്തുന്നതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള
ഒരു തീരുമാനം. അതാണ് നമ്മൾ നിരന്തരമായി പ്രാർത്ഥനകളിൽ പറയുക. ആരാധന എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആഘോഷവും ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനവുമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ശരിക്കും ആരാധനയിൽ സംഭവിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചൊല്ലുന്നതും ഒക്കെ ആ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ആരോ എന്നോ ഒരിക്കൽ എഴുതി വെച്ച കുറേ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുള്ളതല്ല. ഞാനത് ചൊല്ലുമ്പോൾ ഞാനത് എൻ്റെ വിശ്വാസമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, വിശ്വാസ പ്രഖ്യാപനമായി നടത്തുകയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. അല്ല പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ വായിക്കുന്നതല്ല. ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നത് എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ വിശ്വാസ പ്രഖ്യാപനം ബോധപൂർവം നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. പലപ്പോഴും നമുക്ക് അതിലേക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല. യാന്ത്രികമായി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. 13ാമത്തെ പോയിന്റ്, വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തൽ എങ്ങനെയാണ്? മലങ്കര ആരാധനാക്രമത്തിൽ നമുക്കറിയാം, മലങ്കര ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളും ഗീതങ്ങളും സഭയുടെ വിശ്വാസം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വിവിധ തിരുക്കർമ്മങ്ങളിലും കൂദാശകളിലും പെരുന്നാളുകളിലും ഒക്കെയുള്ള സദറ പ്രാർത്ഥനകളൊക്കെ എടുത്ത് നോക്കിയാൽ ആ വിശ്വാസ സത്യങ്ങളും ദൈവശാസ്ത്ര ചിന്തകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെങ്കീസോ പ്രാർത്ഥനകൾ, യാമ പ്രാർത്ഥനകൾ, കൂദാശകൾ, തിരുനാളുകൾ എന്നിവയുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇത് വളരെ വ്യക്തമാണ്. ദൈവശാസ്ത്രപരമായ വലിയ റിച്ചായിട്ടുള്ള പ്രാർത്ഥനകൾ, ആ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണല്ലോ രൂപപ്പെട്ടത്. അപ്പോൾ ഈ എല്ലാ കൂദാശകളിലും തിരുനാളുകളിലും ഇത് തന്നെയാണ്. ഈ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമ്മുടെ പ്രാർത്ഥനകൾ, ഗീതങ്ങളാണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും. 14ാമത്തെ പോയിൻ്റ് ഇങ്ങനെയാണ്, റിലേഷൻ ബിറ്റ്വീൻ ലിറ്റർജി, ഡോഗ്മ ആൻഡ് സ്പിരിച്വാലിറ്റി. ആരാധനയും വിശ്വാസ സത്യങ്ങളും ആധ്യാത്മികതയും തമ്മിലുള്ള ബന്ധം. അതിന് പൂർവ്വകാലങ്ങളിലൊക്കെ നമ്മുടെ സഭാപിതാക്കന്മാർ പറഞ്ഞുകൊണ്ട് ലെക്സ് ഒരാന്തി, ലെക്സ് ഹൃദയന്തി, ലെക്സ് വിവേന്തി. അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ലെക്സ് ഒരാന്തി എന്ന് പറയുന്നത് ദ റൂൾ ഓഫ് പ്രെയർ, ദ ലോ ഓഫ് പ്രെയർ. ലെക്സ് ഹൃദയന്തി ദ റൂൾ ഓഫ് ബിലീഫ്. ലെക്സ് വിവേന്തി ദ റൂൾ ഓഫ് ലൈഫ്. അതാണ് ഒരാരെ ടു പ്രേ എന്നാണ്, ക്രേതരെ ടു ബിലീവ്, വീവരെ ടു ലീവ് എന്നാണ്. അതാണ് മാർപ്പാപ്പായൊക്കെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലും വീവായിൽ പാപ്പ, വീവായിൽ പാപ്പ. വീവരെ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്, നീണാൾ വാഴട്ടെ, പാപ്പ നീണാൾ വാഴട്ടെ. അപ്പം ലെക്സ് ഒരാന്തി, ലെക്സ് ഹൃദയന്തി, ലെക്സ് വിവേന്തി എന്ന് പറയുന്നതിൻ്റെ വാച്യാർത്ഥത്തിനേക്കാളേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിക്കുക. പ്രാർത്ഥിക്കുന്നത് വേണം വിശ്വസിക്കാൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന പ്രാർത്ഥന നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അതോ എൻ്റെ അധരങ്ങളിൽ ഓർമ്മിച്ച് വരുന്ന വാക്കുകൾ ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശ്വാസ പ്രമാണത്തിലെ വിശ്വാസ സത്യങ്ങൾ അതൊക്കെ ഞാൻ ശരിക്കും വിശ്വസിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? ശരിക്കും വിശ്വാസമുണ്ടോ നമുക്ക്? നമ്മളിങ്ങനെ യാന്ത്രികമായി ചൊല്ലുന്നു, അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാതെ തന്നെ നമ്മൾ യാന്ത്രികമായി ചൊല്ലുന്നു. അത് നമ്മളെ തൊടില്ല, അത് നമ്മളെ സ്പർശിക്കില്ല, അത് നമുക്കൊരു അനുഭവം നമുക്ക് നൽകില്ല. ഇവിടെ പിതാക്കന്മാർ പറയുകയാണ്, വിശ്വസിക്കുന്നത് വേണം പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിക്കുന്നത് വേണം വിശ്വസിക്കാൻ, വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വേണം ജീവിക്കുവാൻ. അതാണ് ലെക്സ് ഒരാന്തി, ലെക്സ് ഹൃദയന്തി, ലെക്സ് വിവേന്തി. അപ്പോൾ സഭയുടെ വിശ്വാസ സത്യങ്ങളും നമ്മുടെ ആരാധനയും നമ്മുടെ ആധ്യാത്മിക ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒന്നുമായിട്ട് ബന്ധമില്ലാത്തതല്ല, ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരാധനയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ നടത്തുന്നത്. അത് ഏത് ആരാധന ശുശ്രൂഷകളാണെങ്കിലും, അത് നമ്മുടെ യാമപ്രാർത്ഥനകളാണെങ്കിലും, വിശുദ്ധ കുർബാനയാണെങ്കിലും, മറ്റു കൂദാശകളാണെങ്കിലും, പെരുന്നാളുകളാണെങ്കിലും, ഏത് ആരാധന ശുശ്രൂഷകളിലാണെങ്കിലും ശരിക്കും നമ്മൾ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രാർത്ഥനകൾ നമ്മളൊന്ന് ബോധപൂർവം ഒന്ന് പരിശോധിച്ചാൽ അതെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ ഈ നമ്മുടെ ആരാധനയിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ നടത്തുക. സഭയുടെ വിശ്വാസം ആരാധനയിലാണ് സംരക്ഷിക്കപ്പെടുന്നതും കാത്തുസൂക്ഷിക്കപ്പെടുന്നതും. ആരാധന സഭയുടെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലായതിനാൽ അത് സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്നു. ഈ അർത്ഥത്തിലാണ് സഭാപിതാക്കന്മാർ ലെക്സ് ഒരാന്തി, ലെക്സ് ഹൃദയന്തി, ലെക്സ് വിവേന്തി എന്ന് പറയുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ 1124 1124 ഇതേപ്പറ്റിയാണ് പറയുക. വളരെ മനോഹരമായി
അതേപ്പറ്റി ഇവിടെ പറയുന്നു. പ്രാർത്ഥനയുടെ നിയമം ആരാധനയെയും വിശ്വാസത്തിൻ്റെ നിയമം ദൈവശാസ്ത്രത്തെയും ജീവിതത്തിൻ്റെ നിയമം ആധ്യാത്മികതയും സൂചിപ്പിക്കുന്നു. കാരിക് സൗദി കാതലിക് ചർച്ച് നമ്പർ 1124. ആരാധന നാം വിശ്വസിക്കുന്ന പ്രമാണങ്ങളുടെ ബാഹ്യമായ വെളിപ്പെടുത്തലാണ്. നാം വിശ്വസിക്കുന്ന പ്രമാണങ്ങളുടെ ബാഹ്യമായ വെളിപ്പെടുത്തൽ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ വിശ്വസിക്കും. മാമോദിസായിലൂടെ നമ്മൾ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഒരു യാത്രയാണ്. ആരാധനയിലെ ഓരോ നിമിഷവും വീണ്ടും വീണ്ടും നമ്മൾ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ആരാധനയിൽ നാം എന്ത് പരികർമ്മം ചെയ്യുന്നുവോ അത് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ആധ്യാത്മികത. പരികർമ്മം ചെയ്യുന്നത് ജീവിക്കുന്നതാണ് ആധ്യാത്മികത. പരികർമ്മം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, ആരാധനയെ സംബന്ധിക്കാൻ എളുപ്പമാണ്, അതിൽ വന്ന് കയറി നിൽക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അത് ജീവിക്കുന്നതിനാണ് ബുദ്ധിമുട്ട്. ആ ജീവിക്കുന്നതിനാണ് നമ്മൾ ആധ്യാത്മികത എന്ന് പറയുക. അപ്പോൾ ആരാധനയിൽ നാം എന്ത് പരികർമ്മം ചെയ്യുന്നുവോ അത് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ആധ്യാത്മികത. 12-ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മേദിയാത്തോ ദേയിൽ ഇങ്ങനെയാണ് പറയുക: ആരാധനയാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധന കേന്ദ്രം. സഭയുടെ ഔദ്യോഗിക പ്രബോധന കേന്ദ്രമാണ് ആരാധന. ഇത് മുഴുവൻ ചൊല്ലാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്, പ്രബോധനത്തിനുള്ളതാണ്. നമ്മുടെ വിശ്വാസങ്ങളെ മുഴുവൻ നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്നതാണ് നമ്മുടെ ആരാധന. അതുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ പറയുക, ആരാധനയാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധന കേന്ദ്രം. 2-ാം വത്തിക്കാൻ കൗൺസിലും സാക്രോസാന്തും കൊഞ്ചിലി നമ്പർ 10 ഇങ്ങനെയാണ് പറയുക: ദൈവശാസ്ത്രം ആരാധനക്രമത്തിൽ നിന്ന് വേർപെടുത്തുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ വളരെ പരസ്പരം ഒന്നുചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്, ദൈവശാസ്ത്രവും ആരാധനക്രമവും. അതിനാൽ ആരാധനക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 15-ാമത്തെ പോയിന്റ്, ആരാധനയുടെ നിയന്ത്രണവും അധികാരവും എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുക. ദ അതോറിറ്റി ഓഫ് ദ സേക്രഡ് ലിറ്റർജി. ആരാധനയുടെ നിയന്ത്രണം സഭയുടെ മാത്രം അധികാരമാണ്. അതേപ്പറ്റി നമുക്ക് പലർക്കും തെറ്റിദ്ധാരണകളുണ്ടാകാം. ആരാണ് ഇതിൻ്റെ അധികാരി, ആരാണ് ഇത് പറയുന്നത്, ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നതിനെപ്പറ്റി ചിലർക്കെങ്കിലും ഒരു ധാരണക്കുറവ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാധനയുടെ നിയന്ത്രണം സഭയുടെ മാത്രം അധികാരമാണ്. ആരാധനയുടെ യഥാർത്ഥ പരികർമ്മത്തിന് ആരാധന അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരാധനയ്ക്ക് ആരാധന അനുഷ്ഠാനങ്ങളുണ്ട്, വെറുതെ അങ്ങ് ചെയ്യുകയല്ല. ഇത് കുറേ കൃത്യമായ നിയതമായ ആരാധന അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിന് വിരുദ്ധമായിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ കാണുന്നുണ്ട്, അതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം ആർക്കും അനുവാദമില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഇഷ്ടമോ അനിഷ്ടമോ അനുസരിച്ചല്ല ആരാധന പരികർമ്മം ചെയ്യേണ്ടത്. നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ വളരെ കൃത്യമായി ഓരോ ആരാധന അനുഷ്ഠാനത്തിനും പ്രത്യേകമായ നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയുണ്ട്. നമുക്ക് തൂക്കാസയുണ്ട്, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോ ബസിലിയോസ് ക്ലീമിസ് കാതലിക്ക ബാവ കാലികമായി നമുക്ക് വിവിധ കാര്യങ്ങളെപ്പറ്റി, അതിൻ്റെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടമോ അനിഷ്ടമോ അനുസരിച്ചല്ല ആരാധന പരികർമ്മം ചെയ്യേണ്ടത്. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ കുറയ്ക്കാനോ ആർക്കും അനുവാദമില്ല. ഇക്കാര്യത്തിൽ ആരാധനയെക്കുറിച്ച് വ്യക്തവും ശരിയുമായ ഒരു ദർശനം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി നമ്മൾ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇവയാണ്. ഒന്ന്, ലൂസിങ് ദ ഐഡൻറ്റിറ്റി ഓഫ് അവർ ചേർച്ച്. അത് നഷ്ടപ്പെടുത്തുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. ആരാധനയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത ചിലയിടങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ അപകടം ആരാധനയിൽ ഇളവുകൾ ചേർക്കുന്നതാണ്. യൂസിങ് മോർ ആൻഡ് മോർ കൺസെഷൻസ്. അതിന് ആരും അനുവാദം തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും നമ്മുടെ ആരാധനയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന പ്രവണതകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. രണ്ട്, ആരാധനയിൽ ഇളവുകൾ തോന്നുന്നത് പോലെ നമ്മൾ ചേർക്കാതിരിക്കുക. ആരാധനയിൽ അത്യാവശ്യമായി പാലിക്കേണ്ടതും തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതിന് സാധാരണ പറയുന്നത് എസൻഷ്യൽസ് ആൻഡ് ഓപ്ഷൻസ് എന്നാണ്. എസൻഷ്യൽസ് ആൻഡ് ഓപ്ഷൻസ്. എസൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായവയാണ്. അത്യാവശ്യമായവ നിർബന്ധമായും പാലിക്കേണ്ടതാണ്, അത് ഓബ്ലിഗേറ്ററിയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തേ മതിയാവും. എന്നാൽ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടതിന് അതിന് പറയുന്നതാണ് ഓപ്ഷൻസ്. അത് ചില നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ ചില ഗീതങ്ങളുണ്ട്, വായനകളുണ്ട്, അനാഫറയുണ്ട്, പ്രമിയോൻ സദറായുണ്ട്. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസാണ്, അത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എസൻഷ്യൽസ് ആർ
ഓൾവേസ് ഒബ്ലിഗേറ്ററി. അതിലാരും കൈവയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ എനിക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഇതാണ്, സഭയെ ഔദ്യോഗികമായി അംഗീകരിച്ച ആരാധനക്രമത്തിൽ, അതായത് നമ്മുടെ സഭയുടെ തലവനും പിതാവും അത് ഇംപ്രിമാത്തൂർ അടിച്ച് ഒരു പുസ്തകം ഔദ്യോഗികമായി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ, ടു ആഡ്, അല്ലെങ്കിൽ ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ ആർക്കും അനുവാദമില്ല എന്നുള്ളതാണ്. ടു ആഡ് ഓർ ഡിലീറ്റ് ഓർ ഡിമിനീഷ്, ഇതിന് ആർക്കും അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ആരാധനയുടെ നിയന്ത്രണവും അധികാരവും സഭയുടെ മാത്രം അധികാരമാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി ഓർക്കണം. 16ാമത്തെ പോയിൻ്റ് ആരാധനയുടെ രഹസ്യാത്മകതയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് പോകുന്നത്. മിസ്റ്ററി എലമെൻറ്റ് ഓഫ് ദ ലിറ്റർജി. ആരാധനക്രമത്തിലുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും ദൈവികതയുടെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വിശ്വാസിയെ സഹായിക്കും. ഇവിടെ ഞാൻ പറയുകയാണ്, ആരാധനക്രമത്തിലുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും ദൈവികതയുടെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. മിസ്റ്ററി എലമെൻ്റ് എന്ന് പറയുന്നത് ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു രഹസ്യാത്മകത, അതിൻ്റെ ഒരു സേക്രഡ്നെസ്, അതിൻ്റെ ഒരു റവറൻസ്, അതിൻ്റെ ഒരു മിസ്റ്ററി എലമെൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് കൂടെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആരാധനയിൽ പങ്കുചേരുവാനായിട്ട്. ആരാധനയിൽ ദൈവീക രഹസ്യങ്ങൾ ഏറെ ഭക്തിയോടും ആദരവോടും കൂടെ വേണം പരികർമ്മം ചെയ്യുവാൻ. ഭക്തിയോടും ആദരവോടും കൂടി. പലപ്പോഴും ആരാധന ആഘോഷങ്ങളിൽ അതിൻ്റെ പരിശുദ്ധിയും ആദരവും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. അപ്പം ദൈവീക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുമ്പോൾ ഭക്തിയോടെ ആദരവോടെ, അത് പരികർമ്മം ചെയ്യുന്നവർ മാത്രമല്ല, ഇത് വന്ന് സംബന്ധിക്കുന്ന എല്ലാവരിലും ഈ ഭക്തിയും അതുപോലെ തന്നെ ഈ രഹസ്യാത്മകതയും ആദരവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ മനോഹരമായൊരു പുസ്തകം ഇതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. ആരാധനയുടെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. ആരാധനയുടെ രഹസ്യാത്മകത അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാധനയുടെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണമെന്നും അതിൻ്റെ പരിപാവനത നഷ്ടപ്പെടുത്തരുതെന്നും ഈ പുസ്തകത്തിലൂടെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്. അതായത് അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാശ്ചാത്യ ആരാധനയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യാത്മകത ഉള്ള ആരാധനക്രമമാണ് പൗരസ്ത്യ സഭയുടേത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ രഹസ്യാത്മകത ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധനക്രമം എന്നുള്ള നിലയിൽ അതിന് ഏറ്റവും ആദരവോടും ഭക്തിയോടും കൂടെ വേണം പരികർമ്മം ചെയ്യുവാൻ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുക. അതുകൊണ്ട് വേണ്ടത്ര ഒരുക്കമോ ബോധ്യമോ അറിവോ വിശ്വാസമോ അവബോധമോ ഇല്ലാതെ ആരാധന പരികർമ്മം ചെയ്യാൻ പാടില്ല. വേണ്ടത്ര ഒരുക്കമാണ്. ഇതൊക്കെ നമ്മൾ അതിനോട് കൊടുക്കുന്ന റവറൻസാണ്. ആ രഹസ്യാത്മകത അത് ഉൾക്കൊള്ളാൻ നമ്മൾ കാണിക്കുന്ന ഒരു മനസ്സാണ് അതിന് മുമ്പുള്ള ഒരുക്കം. ഇത് പരിശുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പങ്കുചേരാനുള്ള ഒരു താല്പര്യമാണ് നമുക്ക് ഈ ആരാധന കൂടുതൽ ഫലപ്രദമാകുന്നത്. ലിയോ 14 മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പ ആയതിനു ശേഷം പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷവേളയിൽ ആദ്യ സമയങ്ങളിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആരാധനയിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകത വീണ്ടെടുക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷവേളയിൽ പൗരസ്ത്യ സഭകളിൽപ്പെട്ടവരോട് പറയുകയാണ് മാർപ്പാപ്പ, നമുക്ക് ആരാധനയിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകത വീണ്ടെടുക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം പൗരസ്ത്യ ആധ്യാത്മികതയുടെയും മൂല്യങ്ങളുടെയും എന്ന് പറഞ്ഞാൽ നോമ്പ്, ഉപവാസം, വർജന, പ്രായശ്ചിത്തം, അതിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. അത് വീണ്ടും കണ്ടെത്തണം. അതിനുണ്ടായിരിക്കേണ്ടുന്ന ആ പൂർണ്ണമായിട്ടുള്ള നിഷ്ഠ അത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പൗരസ്ത്യ സഭകളുടെ ആരാധനാ പാരമ്പര്യങ്ങൾ അതിൻ്റെ മൂല്യമോ ശക്തിയോ ഫലമോ കുറയ്ക്കാതെ നമ്മുടെ സൗകര്യത്തിനും പ്രായോഗികതയ്ക്കും വേണ്ടി നഷ്ടപ്പെടുത്താതെ അത് കാത്തു സൂക്ഷിക്കണം. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞു വച്ചിരിക്കുക. ലിയോ 14 മാർപ്പാപ്പ പൗരസ്ത്യ സഭകളുടെ ആരാധനാ പാരമ്പര്യങ്ങൾ അതിൻ്റെ മൂല്യമോ ശക്തിയോ ഫലമോ കുറയ്ക്കാതെ നമ്മുടെ സൗകര്യത്തിനും നമ്മൾ പലപ്പോഴും അതാ നമ്മുടെ സൗകര്യം, ഇതാ കുറച്ചുകൂടെ പ്രായോഗികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അത് നഷ്ടപ്പെടുത്താതെ ഈ കാര്യങ്ങൾ ആരാധനാ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് 2025 മെയ് മാസം 14 പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷ വേളയിൽ മാർപ്പാപ്പ പ്രകാരം പറയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ രഹസ്യാത്മകത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
അതിൽ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി ഭക്തിയോടുകൂടി നമ്മളതിൽ പങ്കുചേരണം എന്നുള്ളതാണ്. 17ാമത്തെ പോയിൻ്റ്, ദ റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ ലിറ്റർജി. ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്. നമുക്കറിയാം, ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്കിനെപ്പറ്റി നമുക്ക് സംശയമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും അതേപ്പറ്റി ബോധ്യമുണ്ട്. അത് നമുക്ക് വളരെ വിവിഡായിട്ട് ക്ലിയറായിട്ട് നമുക്ക് ആരാധനയിൽ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരാധനയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പങ്കിൻ്റെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലുള്ള റൂഹാവാസത്തിൻ്റെ ഒക്കെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പത്തെയും വീഞ്ഞിനെയും യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തമാക്കി തീർക്കുകയും അതിൽ പങ്കുചേരുന്ന വിശ്വാസികളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ത്രോണോസിലിരിക്കുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്നു എന്ന് മാത്രമല്ല, ആ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ പോകുന്ന വിശ്വാസികളെയും രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ത്രോണോസിലിരിക്കുന്ന അപ്പവും വീഞ്ഞും അത് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആകും. അത് സ്ഥാപന വചനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയും. പക്ഷെ അത് സ്വീകരിക്കാൻ പോകുന്ന ഞാൻ മാറുന്നുണ്ടോ, മാറ്റപ്പെടുന്നുണ്ടോ, എന്നിൽ രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്, പരിശുദ്ധാത്മാവിൻ്റെ റോൾ അതാണ്. നമ്മളെയും അതിൽ പങ്കുചേരുന്ന വിശ്വാസികളെയും രൂപാന്തരപ്പെടുത്തുന്നു. എല്ലാറ്റിനെയും പൂർത്തിയാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, സ്ഥിരീകരിക്കുന്ന, സജീവമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് ആരാധനയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. 18ാമത്തെ പോയിൻറ്റ്, ദ റോൾ ഓഫ് സിംബൽസ് ആൻഡ് സൈൻസ് ഇൻ ദ ലിറ്റർജി. ആരാധനയിൽ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം. നമുക്കറിയാം, നമ്മൾ ആരാധനയെ പറ്റിയുള്ള അംബ്രോസിയസ് ഫെർഹ്യൂളിൻ്റെ ഡെഫിനിഷൻ കണ്ടപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ്. ഈ സിംബോളിക് ഡയമെൻഷൻ ഓഫ് ലിറ്റർജി, സൈൻസ് ആൻഡ് സിംബൽസ്. ധാരാളം അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മുടെ ആരാധനയിലുണ്ട്, ആരാധനാക്രമത്തിലുണ്ട്. മറ്റേത് സഭകളെക്കാളും കൂടുതൽ ഈ അടയാളങ്ങളുടെ, പ്രതീകങ്ങളുടെ ധാരാളം അത് വളരെ വലിയ സിംബോളിക് മീനിങ്ങോടുകൂടി, ദൈവശാസ്ത്രപരമായ അർത്ഥത്തോടുകൂടി നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. സൈൻസ് ആൻഡ് സിംബൽസ്, ഇമേജസ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു കാര്യം നേരിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളാണ് സൈൻസ് ആൻഡ് സിംബൽസ്. ആരാധനയിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളും ദൈവിക ശക്തിയെയും ദൈവിക പരിശുദ്ധിയെയും ദൈവിക രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. വെറുതെ കുറേ അടയാളങ്ങളും പ്രതീകങ്ങളുമായിട്ടല്ല, അത് ദൈവിക ശക്തിയെ സൂചിപ്പിക്കുന്നു, ദൈവിക പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, ദൈവിക രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്നു. അതൊന്നും നമുക്ക് നേരിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അടയാളങ്ങളും പ്രതീകങ്ങളും. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ നേരെ നമ്മൾ പടിഞ്ഞാറേ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ തലവണങ്ങി കുരിശ് വരയ്ക്കും. അവിടെ ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്നുള്ളതാണ്. നമ്മൾ ചന്തയിൽ ചെല്ലുമ്പോൾ ചെയ്യാറില്ല. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ്, ആ ദൈവിക പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ കയറി നിൽക്കുകയാണ്. നമ്മൾ തലവണങ്ങി കുരിശ് വരയ്ക്കും. നമ്മുടെ നമസ്കാര മേശയിൽ ഒരു കുരിശ് വെച്ചിട്ടുണ്ടാവും. ആ കുരിശ് നമ്മൾ കാണുമ്പോൾ തലവണങ്ങി കുരിശ് വരയ്ക്കും. കുരിശ് എന്ന് പറയുമ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമസ്കാരമേശയിൽ വെച്ചിരിക്കുന്ന കുരിശ് എന്ന് പറയുന്നത് തടി കൊണ്ടുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ രണ്ട് കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നതല്ല. അതാരാ ഉണ്ടാക്കിയതെന്നോ അത് ഏത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നോ ഒന്നും നമ്മുടെ വിഷയമല്ല. അതാരുണ്ടാക്കിയാലും ഏത് തടി കൊണ്ടുണ്ടാക്കിയാലും ആ കുരിശ് നമുക്ക് വളരെ സംപൂജ്യമായ ഒന്നാണ്. കാരണം എന്താണ്? അത് ആണ് എന്നെ രക്ഷിച്ച്. കുരിശിലൂടെ കരഗതമായ രക്ഷയാണ്. ആ കുരിശിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ആ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കുരിശ് മരിച്ചല്ലോ എന്ന ഓർമ്മയാണ്. ആ ദൈവിക രഹസ്യങ്ങളിലേക്ക്, ആ ദൈവിക ശക്തിയെയും ദൈവിക പരിശുദ്ധിയും ഒക്കെ അനുസ്മരിക്കാൻ നമ്മളെ ഇടയാക്കുന്നതാണ് ഈ കുരിശെന്ന് പറയുന്ന പ്രതീകം. എല്ലാം അങ്ങനെയാണ്. നമ്മൾ ആരാധന ഉപയോഗിക്കുന്ന എല്ലാ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ്. അതിനർത്ഥം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ആ അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെ നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ദൈവിക ശക്തിയെയും ദൈവിക പരിശുദ്ധിയെയും ദൈവിക രഹസ്യങ്ങളെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മുടെ വിശ്വാസത്തെയും ബോധ്യത്തെയും വർദ്ധിപ്പിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും ഇടയാക്കുന്നു. ദൈവശാസ്ത്രജ്ഞന്മാരും ആരാധനക്രമ പണ്ഡിതരും അടയാളങ്ങളെയും പ്രതീകങ്ങളെയും വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ നന്നായി മനസ്സിലാക്കാനുള്ള മാർഗങ്ങളാണ്, അതായിട്ടാണ് കാണുക. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ,
അത് മനസ്സിലാക്കാതിരിക്കേണ്ടതല്ല, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങളാണ് അടയാളങ്ങളും പ്രതീകങ്ങളും. അപ്പോൾ ഈ വിശ്വാസ രഹസ്യങ്ങളുടെ ആഘോഷമാണ് ആരാധനയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വിശ്വാസ രഹസ്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ചില മീഡിയം വേണം, നമുക്ക് ചില മാർഗങ്ങൾ വേണം. അതാണ് അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെ. അപ്പം ആരാധനയിൽ നാം ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ദൈവാനുഭവത്തിലേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും കടന്നു വരുവാനും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും ഇടയാക്കുന്നു. ദൈവശാസ്ത്ര വിചിന്തനത്തിനായി പ്രതീകാത്മക ഭാഷ ഉപയോഗിക്കുന്ന സുറിയാനി ആരാധനക്രമത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സവിശേഷതയാണ്. അത് നമ്മുടെ സഭയുടെ ഒരു ടിപ്പിക്കൽ സവിശേഷതയാണ്. നമ്മുടെ സുറിയാനി ആരാധനക്രമത്തിൻ്റെ, സുറിയാനി പാരമ്പര്യത്തിൻ്റെ സവിശേഷതയാണ് പ്രതീകാത്മക ഭാഷ. കർത്താവ് തന്നെ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രതീകാത്മക ഭാഷ. ഒരു കാര്യത്തിൻ്റെ ആഴത്തിലേക്ക്, അതിൻ്റെ മർമ്മത്തിലേക്ക്, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ ചില പ്രതീകാത്മക കാര്യങ്ങൾ, പ്രതീകാത്മക ഭാഷ, പ്രതീകങ്ങൾ, അടയാളങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആരാധനക്രമത്തിൽ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും ധാരാളമായിട്ട് ഉപയോഗിക്കുക. മാർ അപ്രയും, അഫ്രാത്ത്, നർസായി, സാറൂഗിലെ, യാക്കോബ് എന്നീ സഭാപിതാക്കന്മാരും സുറിയാനി പണ്ഡിതരും ഉപയോഗിച്ചിരുന്ന മാർഗവും ഈ പ്രതീകാത്മക ഭാഷയാണ്. അവരൊരു കാര്യം പഠിപ്പിക്കാൻ, ആ കാര്യത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയം ഇതായിരുന്നു. സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കുറേ കൂടെ മനസ്സിലാവും. കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള പ്രതീകാത്മക ഭാഷയും നമുക്ക് വളരെ മനസ്സിലാകും. അത് ആട്ടിടയന്മാരെ പറ്റിയും മുന്തിരിവള്ളിയെപ്പറ്റിയും ഒക്കെ നമ്മളോട് പറയുമ്പോൾ ആ ഒരു പ്രതീകത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം കൺവേ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് സാധിച്ചിരുന്നു എന്നുള്ളതാണ്.